Hi students, welcome back to our class. Today our discussing topic is fulcrum, resistance and effort. Okay, take page number 10 and listen. ഈ പിക്ചർ എല്ലാവരും ശ്രദ്ധിച്ചുവല്ലോ. See the picture of a man lifting a big piece of rock with the help of crowbar. അതായത് ഒരു വലിയ വടി ഉപയോഗിച്ചിട്ട് ഒരു വലിയ പീസ്, നല്ല വെയിറ്റുള്ള ഒരു പാറ അത് പൊന്തിക്കുകയാണ് ഇദ്ദേഹം ചെയ്യുന്നത്. സാധാരണ നമുക്ക് കൈകൊണ്ട് അത് മാറ്റി വെക്കാൻ കഴിയില്ല. അപ്പോൾ അയാൾ എന്താണ് ചെയ്യുന്നത്? ഒരു വലിയൊരു കൊള്ളി എടുത്തിട്ടുണ്ട് അല്ലേ, ഒരു വടി എടുത്തിട്ടുണ്ട്. ആ വടി ഉപയോഗിച്ചിട്ട് ആ നല്ല വെയിറ്റുള്ള പാറനെ പൊന്തിക്കുകയാണ്. അതിനുവേണ്ടി അദ്ദേഹം ആ വടിയുടെ താഴെയിട്ട് ഒരു ചെറിയ കല്ലും വെച്ചിട്ടുണ്ട്. ഹിയർ ദ ക്രോബാർ ആക്ട് ആസ് എ ലിവർ. ക്രോബാർ എന്ന് പറഞ്ഞാൽ ആ നീളമുള്ള വടി കേട്ടോ. ആ നീളമുള്ള വടി ഇവിടെ എന്താണ്? ലിവറാണ്. It is because the crowbar turns about the small stone kept below it that the big stone gets lifted. നമ്മൾ പറഞ്ഞു ക്രോബാറിനെ നമ്മൾ ലിവറായിട്ടാണ് കണക്കാക്കിയിട്ടുള്ളത്. കാരണം ആ ക്രോബാറിൻ്റെ താഴെയായിട്ടൊരു സ്മാൾ സ്റ്റോൺ ഉണ്ട്. ആ സ്മാൾ സ്റ്റോൺ ചെറിയ കല്ലിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഈ ക്രോബാർ തിരിയുന്നത്. മനസ്സിലായല്ലോ? അപ്പം ആ ക്രോബാർ ഇങ്ങനെ പൊന്തിക്കാൻ കാരണം എന്താണ്? താഴെയുള്ള ചെറിയ കല്ലിനെ ഡിപ്പെൻഡ് ചെയ്യുന്നതാണ്. അങ്ങനെയാണ് നമുക്ക് ആ ഒരു വലിയ കല്ലിനെ പൊന്തിക്കാൻ കഴിയുന്നത്. അതാണ് പറയുന്നത് സ്മാൾ സ്റ്റോൺ കെപ്റ്റ് ബിലോ ഇറ്റ് ദാറ്റ് ദ ബിഗ് സ്റ്റോൺ ഗെറ്റ്സ് ലിഫ്റ്റഡ്. അതായത് ആ ക്രോബാറിൻ്റെ താഴെയുള്ള ചെറിയ കല്ല്, ആ ചെറിയ കല്ല് കാരണമാണ് നമുക്ക് വലിയ കല്ലിനെ പൊന്തിക്കാൻ കഴിയുന്നത്. Then the point about which a lever turns is called the fulcrum. അതായത് ഈ ഒരു ലിവർ മീൻസ് ഈ ഒരു ക്രോബാർ വടി അല്ലേ, അത് മൂവ് ചെയ്യാൻ ചലിക്കാൻ കാരണമായിട്ടുള്ള ആ ഒരു പോയിന്റിനെ നമ്മൾ ഫൾക്രം എന്ന് പറയുന്നു. മനസ്സിലായല്ലോ? അതായത് ആ ഒരു ചെറിയ കല്ലും ക്രോബാറും ആ ഒരു ഭാഗത്തെയാണ് ഫൾക്രം എന്ന് പറയുന്നത്. ദെൻ when do we apply force? നമ്മൾ ഈ ഒരു കല്ല് ഉയർത്താൻ വേണ്ടിയിട്ട് എവിടെയാണ് ഫോഴ്സ് കൊടുക്കുന്നത്, ബലം കൊടുക്കുന്നത്? ക്രോബാറിൻ്റെ ഒരറ്റത്താണല്ലേ, അതായത് ആ വടിയുടെ അറ്റത്താണ്. where did we place the weight to be lifted by force? ഈ ഫോഴ്സ് ഉപയോഗിച്ച് നമ്മൾ ഈ ബലം ഉപയോഗിച്ചിട്ട് ഉയർത്തേണ്ട സാധനമല്ലേ, ഒബ്ജക്റ്റ്, അത് എവിടെയാണ് വെച്ചിട്ടുള്ളത്? നമുക്ക് ആ പിക്ചർ തന്നെ നോക്കിയാൽ മനസ്സിലാവില്ലേ. നമ്മൾ ബലം കൊടുക്കുന്നത് ക്രോബാറിൻ്റെ ഒരു സൈഡിലും അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ മറ്റേ സൈഡിലാണ് എന്ത്, ഏത് വസ്തുവാണോ നമ്മൾ ഉയർത്തേണ്ടത് അത് വെച്ചിട്ടുള്ളത്. ദ ഫോഴ്സ് വി അപ്ലൈ ഈസ് കോൾഡ് എഫേർട്ട്. അതായത് എഫേർട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു വസ്തുവിനെ പൊക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഉയർത്താൻ വേണ്ടി നമ്മൾ കൊടുക്കുന്ന ബലമാണ് എഫേർട്ട് എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ? ദ ഫോഴ്സ് വി അപ്ലൈ ഈസ് കോൾഡ് എഫേർട്ട്. നമ്മളൊരു ഫോഴ്സ് കൊടുക്കുന്നുണ്ട്, ഒരു ബലം കൊടുക്കുന്നുണ്ട്, അതിനെയാണ് നമ്മൾ എഫേർട്ട് എന്ന് പറയുന്നത്. ദെൻ ദ റെസിസ്റ്റീവ് ഫോഴ്സ് ദാറ്റ് ഈസ് ഓവർകം ബൈ ദ എഫേർട്ട് ഈസ് കോൾഡ് റെസിസ്റ്റൻസ്. നമ്മൾ എഫേർട്ട്, അതായത് ബലം പ്രയോഗിക്കണമെങ്കിൽ അപ്പുറത്ത് എന്തെങ്കിലും ഒരു വസ്തു വേണ്ടേ, അതിനെയാണ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. അതായത് ഈ ഒരു പിക്ചർ എടുക്കുകയാണെങ്കിൽ ഇയാൾ എന്ത് ചെയ്യാണ്? ഒരു ക്രോബാർ യൂസ് ചെയ്തിട്ട് ഒരു വലിയ കല്ലിനെ പൊക്കുകയാണ് അല്ലേ. അപ്പോൾ അദ്ദേഹം വടി പിടിച്ചിട്ടില്ലേ, ആ വടി പിടിക്കുന്ന ഭാഗത്ത് നമ്മൾ നല്ല ബലം കൊടുക്കുന്നുണ്ട്, അതിനെ നമ്മൾ എഫേർട്ട് എന്ന് പറയുന്നു. എന്നാൽ ഈ ബലം ഉപയോഗിച്ച്, എഫേർട്ട് ഉപയോഗിച്ച് നമ്മളൊരു വലിയ കല്ലിനെ ഉയർത്താൻ നോക്കുകയാണല്ലേ, ആ കല്ലിനെ നമ്മൾ എന്ത് പറയുന്നു? റെസിസ്റ്റൻസ് എന്നും പറയുന്നു. എന്നാൽ ഇതിൽ നമ്മൾ വേറൊന്നുകൂടെ പഠിച്ചിട്ടുണ്ട്. എന്താണ്? ലിവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ക്രോബാർ
ക്രോബാറിൻ്റെ താഴെയായിട്ട് നമ്മളൊരു ചെറിയ പീസ് കല്ല് വെച്ചിട്ടുണ്ടല്ലേ. ആ ക്രോബാർ ചലിക്കുമ്പോഴാണ്, അതായത് ഉയർത്തുമ്പോഴാണ് ഈ വലിയ കല്ലിനെ നമുക്ക് ഉയർത്തിപ്പിടിക്കാൻ പറ്റുന്നത്. അങ്ങനെയെങ്കിൽ ആ ചെറിയ കല്ലിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ലേ, ആ ഭാഗത്തെയാണ് നമ്മൾ ലിവർ എന്ന് പറയുന്നത്. ലിവർ ചലിക്കാൻ കാരണമായ ഭാഗത്തെ ഫൽക്രം എന്നും പറയുന്നു. ഓക്കെ ആണല്ലോ. നമ്മളിവിടെ 3 ടേം പഠിച്ചു: ഫൽക്രം, എഫേർട്ട് ആൻഡ് റെസിസ്റ്റൻസ്. ഫൽക്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ലിവർ തിരിയാൻ കാരണമായ ഭാഗത്തെ ഫൽക്രം എന്ന് പറയുന്നു. അതായത് ഇവിടെ ആ ക്രോബാറും ചെറിയ കല്ലും കൂടിച്ചേർന്ന ഭാഗം ഫൽക്രം എന്നും, ദെൻ എഫേർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ക്രോബാറിൻ്റെ ഒരു സൈഡിൽ കൈകൊണ്ട് ഉയർത്തിപ്പിടിക്കാൻ വേണ്ടി നല്ല ഫോഴ്സ് കൊടുക്കുന്നില്ലേ, ബലം കൊടുക്കുന്നില്ലേ, അതിനെ എഫേർട്ട് എന്നും, ദെൻ റെസിസ്റ്റൻസ് എന്നാൽ നമ്മൾ നല്ല വലിയ ഭാരമുള്ള ഒരു പാറയാണ് പൊന്തിക്കുന്നതല്ലേ, ആ പാറയെ നമ്മൾ റെസിസ്റ്റൻസ് എന്നും പറയുന്നു. ദെൻ resistance occurs at the position where the weight of big stone is experienced. നമ്മൾ നേരത്തെ പറഞ്ഞ പോയിന്റ് തന്നെയാണ് കേട്ടോ. അതായത് വലിയ പാറക്കല്ലില്ലേ, ആ പാറക്കല്ലിൻ്റെ വെയിറ്റ്, അത് നല്ല വെയിറ്റ് ഉണ്ടാവുമല്ലോ, ആ വെയിറ്റിൻ്റെ അവിടെയാണ് എന്ത് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ, ആ ഒരു പൊസിഷൻ കേട്ടോ. നോ ഒബ്സർവ് എ പെയർ ഓഫ് സിസേഴ്സ്. ഇനി നമ്മളോട് പറയുന്നത് ഒരു കത്രിക കേട്ടോ. സിസേഴ്സ് എന്ന് പറഞ്ഞാൽ കത്രികയാണല്ലോ. ഒരു കത്രിക നിരീക്ഷിക്കാനാണ്. ആർ ഇൻ ദർ 2 റിജിഡ് മെറ്റൽ പീസ് ടേണിങ് എബൌട്ട് ദ ഫൽക്രം. അതായത് 2 മെറ്റലിൻ്റെ പീസാണല്ലേ, ആ പീസുകൾ ഒരു ഫൽക്രം എന്ന് പറഞ്ഞൊരു പോയിൻ്റ്, ഒരു സ്ക്രൂ അതിൻ്റെ സെൻറ്ററിൽ ഉണ്ടാവും അല്ലേ, ആ ഫൽക്രം എന്ന് പറഞ്ഞ പോയിൻറ്റിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടല്ലേ അത് തിരിയുന്നത്. Many of the levers we use have more than one rigid rod or metal piece. അതായത് ഇപ്പം നമ്മൾ നേരത്തെ കണ്ട ക്രോബാർ അതൊരൊറ്റ റിജിഡാണല്ലേ, ഒരൊറ്റ വടിയാണ്. എന്നാൽ ഒരു സിസർ എടുത്തു കഴിഞ്ഞാൽ, ഒരു കത്രിക എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിൽ 2 മെറ്റൽ പീസുകളുണ്ട്. ഇതിൽ ഫൽക്രം എന്ന് പറഞ്ഞ ഒരു പോയിൻറ്റിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് 2 മെറ്റൽ പീസുകൾ തിരിയുന്നുണ്ട്. അതാണല്ലോ സിസേഴ്സ്, കത്രിക. ഇങ്ങനെ 2ൽ കൂടുതൽ അല്ലെങ്കിൽ 1ൽ കൂടുതലോ 2ൽ കൂടുതലോ മെറ്റൽ പീസുകളോ അല്ലെങ്കിൽ ഇതുപോലത്തെ ചില ദണ്ഡുകളോ കൂടി ചേർന്ന ലിവേഴ്സും നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. മനസ്സിലായല്ലോ. നമുക്ക് എക്സാമ്പിൾസ് നോക്കാം, അപ്പോൾ മനസ്സിലാവും. Is the fulcrum of all levers situated between effort and resistance? അതായത് ലിവേഴ്സിലാണ് ഫൽക്രം എന്ന് പറയുന്ന പോയിൻ്റ് ഉള്ളത് അല്ലേ. അതായത് നേരത്തെ നമ്മൾ പറഞ്ഞു ആ ഒരു ക്രോബാറിൻ്റെ ഫൽക്രം എവിടെയാണെന്ന് ഓർമ്മ ഉണ്ടല്ലോ. അതിൽ ലിവറായിട്ട് ആക്ട് ചെയ്യുന്നതും ഏതാണെന്നറിയാലോ, ആ ഒരു ക്രോബാർ അല്ലേ. അതിൻ്റെ താഴെയുള്ള സ്മോൾ സ്റ്റോണിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ളതാണ് ലിവർ. അവിടെ തന്നെയാണ് ഫൽക്രം എന്ന് പറയുന്നതും. Is the fulcrum of all levers situated between effort and resistance? അതായത് എഫേർട്ടിൻ്റെയും റെസിസ്റ്റൻസിൻ്റെയും ഇടയിലാണോ എല്ലായ്പ്പോഴും ഫൽക്രം ഉണ്ടാവുന്നത്? അപ്പോൾ ആ പിക്ചർ നിങ്ങൾ ആലോചിച്ച് നോക്കിയേ. ഒരാൾ കല്ലുയർത്തുകയാണല്ലേ. കല്ലുയർത്തുമ്പോൾ കൈയിൻ്റെ അവിടെ കൊടുക്കുന്ന ഫോഴ്സിനെ, ബലത്തിനെ എഫേർട്ട് എന്ന് പറയുന്നു. ദെൻ അത് കഴിഞ്ഞിട്ട് ഫൽക്രമാണല്ലേ, ആ ഒരു ചെറിയ കല്ലും ക്രോബാറും കൂടെ കൂട്ടിമുട്ടുന്ന ഭാഗം ഫൽക്രം. ദെൻ പിന്നൊരു വലിയ കല്ലാണ്, അതിനെ റെസിസ്റ്റൻസ് എന്ന് പറയുന്നു. അപ്പോൾ ഈ റെസിസ്റ്റൻസും എഫേർട്ടുമാണ് 2 സൈഡിലും ഉള്ളത്. സെൻട്രൽ ഫൽക്രമാണ്. എല്ലായ്പ്പോഴും ഫൽക്രം സെൻട്രലാണോ വരുന്നത്? നോട്ട് ആൾവേസ്. ഇൻ സം ലിവേഴ്സ് എഫേർട്ട് comes in the middle while in the others it is resistance. ഒരിക്കലും അല്ല എന്നാണ് പറയുന്നത്. പലപ്പോഴും എഫേർട്ട് മിഡിൽ വരുന്നുണ്ട്, അതായത് സെൻട്രലായിട്ട് വരുന്നുണ്ട്. റെസിസ്റ്റൻസിൻ്റെയും ഫൽക്രത്തിൻ്റെയും ഇടയിലായിട്ട് എഫേർട്ട് കയറി വരുന്ന ലിവേഴ്സും
ഉണ്ട് എന്നാണ് പറയുന്നത്. ഈ പിക്ചേഴ്സ് എല്ലാവരും ശ്രദ്ധിച്ചല്ലോ. സ്റ്റാപ്ലർ, ഫോർസെപ്സ്, കട്ടിംഗ് പ്ലെയർ, സിസേഴ്സ്, നെറ്റ് ക്രാക്കർ ആൻഡ് ലെമൺ സ്ക്യൂസർ. ഇതിലൊക്കെ എഫേർട്ട്, റെസിസ്റ്റൻസ് ആൻഡ് ഫൾക്രം ഇതെല്ലാം ഏതൊക്കെ പൊസിഷനിലാണ് വരുന്നതെന്നാണ് നമ്മളോട് നോക്കാൻ പറയുന്നത്. അപ്പോൾ അത് നോക്കാം. ഫസ്റ്റ് വൺ, സ്റ്റാപ്ലർ. സ്റ്റാപ്ലറിൽ നമ്മൾ എഫേർട്ട്, ബലം കൊടുക്കുന്നത് ഈ സെൻറ്ററിലാണല്ലേ, അപ്പോൾ അവിടെയാണ് എഫേർട്ട്. ദെൻ നെക്സ്റ്റ്, ഫൾക്രം. ഇത് ഏതൊരു പോയിന്റിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണോ മൂവ് ചെയ്യുന്നത്, തിരിയുന്നത് അല്ലെങ്കിൽ ചലിക്കുന്നത്, അവിടെ ഫൾക്രം എന്ന് പറയുന്നു. ദെൻ നെക്സ്റ്റ്, റെസിസ്റ്റൻസ്. അതായത് നമ്മളിത് പേപ്പറിലാണ് പിൻ ചെയ്യുന്നത്, അപ്പോൾ പേപ്പറിനോടാണ് നമ്മൾ പ്രതിരോധിക്കുന്നത് അല്ലേ, അപ്പോൾ പേപ്പർ വെക്കുന്ന സൈഡിലാണ് റെസിസ്റ്റൻസ് വരുന്നത്. ഓക്കെ. ദെൻ നെക്സ്റ്റ്, ഫോർസെപ്സ്. ഫോർസെപ്സ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഏതെങ്കിലും ഒരു വസ്തു അല്ലെങ്കിൽ ഒരു ഒബ്ജക്റ്റിനെ എടുക്കാനാണ് അല്ലേ ഫോർസെപ്സ് യൂസ് ചെയ്യുന്നത്. ഇതിൽ ഫൾക്രം വരുന്നത് അതിൻ്റെ ബാക്ക് സൈഡിലാണ്. അതായത് ആ ഒരു പോയിന്റിലാണല്ലോ അത് കണക്റ്റായിട്ട് അത് കിടന്ന് തിരിയുന്നത്, അപ്പോൾ ഇവിടെയാണ് ഫൾക്രം വരുന്നത്. ദെൻ നെക്സ്റ്റ്, എഫേർട്ട്. നമ്മൾ സ്റ്റാപ്ലർ യൂസ് ചെയ്യുന്ന പോലെ തന്നെ കൈകൊണ്ട് പിടിക്കുന്ന ഭാഗത്ത് ബലം കൊടുക്കുന്നത് അവിടെ എഫേർട്ട് വരുന്നു. ദെൻ നെക്സ്റ്റ്, റെസിസ്റ്റൻസ്. നമ്മൾ ഏതെങ്കിലും ഒരു വസ്തുവിനെ എടുക്കാനാണെന്ന് പറഞ്ഞു, ആ വസ്തുവിനെതിരെ നമ്മൾ എഫേർട്ട് കൊടുക്കുന്നത്, ബലം കൊടുക്കുന്നത് എവിടെയാണ്? ഇതിൻ്റെ ഈ ഒരു അറ്റത്താണ്. ഓക്കെ ആണല്ലോ. അപ്പോൾ സ്റ്റാപ്ലറിനെ പോലെ തന്നെയാണ് ഫോർസെപ്സും. നെക്സ്റ്റ്, കട്ടിംഗ് പ്ലെയർ. കട്ടിംഗ് പ്ലെയർ സാധാരണ നമ്മൾ വീട്ടിലൊക്കെ യൂസ് ചെയ്യാറുണ്ടല്ലേ. അതിൻ്റെ കയ്യിൽ പിടിക്കുന്ന ഭാഗത്താണ് എഫേർട്ട് കൊടുക്കുന്നത്. ശരിയാണല്ലോ. കയ്യിൽ ബലം പിടിച്ച് നന്നായി പ്രസ് ചെയ്യുമ്പോഴാണ് നമ്മളത് ഉപയോഗിച്ച് വയറൊക്കെ കട്ട് ചെയ്യാൻ പറ്റുന്നത്. ദെൻ നെക്സ്റ്റ്, അതിൽ വരുന്ന ഫൾക്രം. ഫൾക്രം എന്ന് പറഞ്ഞാൽ അതിൻ്റെ സെൻറ്ററിൽ അതൊരു പോയിന്റിൽ കിടന്ന് തിരിയുന്നുണ്ട്, ആ ഭാഗത്താണ് ഫൾക്രം. ദെൻ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലോ അതിൻ്റെ ഈ എൻഡിൽ, അവിടെയാണ് നമ്മൾ ഏത് സാധനമാണ് കട്ട് ചെയ്യുന്നത് അത് വെക്കുന്നത്. അപ്പോൾ അതിനെതിരെയല്ലേ നമ്മൾ എഫേർട്ട് കൊടുക്കുന്നത്, ബലം കൊടുക്കുന്നത്, ആ ഒരു ഭാഗമാണ് റെസിസ്റ്റൻസ്. നെക്സ്റ്റ്, സിസേഴ്സ്, കത്രിക. ഇതിൽ രണ്ട് റൗണ്ട് ഷേപ്പ് കണ്ടല്ലോ, അതിലാണ് നമ്മുടെ ഫിംഗർ യൂസ് ചെയ്യുന്നത് അല്ലേ, അവിടെയാണ് നമ്മൾ എഫേർട്ട് കൊടുക്കുന്നതും ബലം കൊടുക്കുന്നതും. ദെൻ നെക്സ്റ്റ്, ഫൾക്രം. ഫൾക്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു രണ്ട് മെറ്റലിനെയും ബന്ധിപ്പിക്കുന്ന ഭാഗം, അവിടെ ഒരു സ്ക്രൂ ഉണ്ട്, ആ ഭാഗത്തെയാണ് ഫൾക്രം എന്ന് പറയുന്നത്. ഇനിയോ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതുപയോഗിച്ചിട്ട് പേപ്പർ കട്ട് ചെയ്യുകയാണ് ചെയ്യുക, ആ പേപ്പറിനോടാണ് നമ്മൾ ബലം കൊടുക്കുന്നത് അല്ലേ, ആ ഭാഗത്തെ റെസിസ്റ്റൻസ് എന്നും പറയുന്നു. ദെൻ നെറ്റ് ക്രാക്കർ. നമ്മൾ നെറ്റ്സൊക്കെ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് കേട്ടോ. ഇതിൽ എഫേർട്ട് വരുന്നുണ്ട്, അതായത് നമ്മൾ കൈകൊണ്ട് ഫോഴ്സ് ചെയ്യുന്ന ഭാഗം എഫേർട്ടും. ദെൻ ഫൾക്രം ഇവിടെ വരുന്നത് അതിലൊരു സ്ക്രൂ കിടന്ന് തിരിയുന്ന പോലെയല്ലേ, ആ ഭാഗത്താണ് ഫൾക്രം വരുന്നത് കേട്ടോ, അവിടെയാണ് ലിവറായിട്ട് ആക്ട് ചെയ്യുന്നത്. ദെൻ റെസിസ്റ്റൻസ് വരുന്നതോ ഈ ഭാഗത്താണ്, കാരണം നമ്മൾ ബലം കൊടുക്കുന്ന ഒരു ഇപ്പോൾ നെറ്റ് ക്രാക്കർ എന്ന് പറഞ്ഞു അല്ലേ, നെറ്റ്സ് കട്ട് ചെയ്യാനാണ്, ആ ഭാഗത്താണ് നെറ്റ്സ് വരുന്നത്, അതുകൊണ്ട് തന്നെ അവിടെയാണ് അതിൻ്റെ റെസിസ്റ്റൻസ് വരുന്നത്. ഓക്കെ. ദെൻ ലാസ്റ്റ് വൺ, ലെമൺ സ്ക്യൂസർ, നാരങ്ങാനീര് പിഴിഞ്ഞെടുക്കുന്നത്. ഇതിൽ എഫേർട്ട് വരുന്നത് നമ്മൾ കൈ കൊണ്ട് പിടിക്കുന്ന ഭാഗത്ത് തന്നെയാണല്ലേ, അവിടെയല്ലേ നമ്മൾ ബലം കൊടുക്കുന്നത്. ദെൻ എഫേർട്ട് കഴിഞ്ഞിട്ടുള്ളത് റെസിസ്റ്റൻസ്. നാരങ്ങ വെക്കുന്നത് എവിടെയാണോ അവിടെയാണ് റെസിസ്റ്റൻസ്. പിന്നെയോ ഫൾക്രം ഉണ്ടല്ലേ, ഇത് രണ്ടും കഴിഞ്ഞിട്ട്, അതായത് എഫേർട്ടും റെസിസ്റ്റൻസും കഴിഞ്ഞിട്ട് അതിൻ്റെ എൻഡിൽ സ്ക്രൂ കൊണ്ട് നമ്മളതിനെ കണക്ട് ചെയ്തിട്ടുണ്ടാവും, ആ ഭാഗമാണ് ഫൾക്രം എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. അപ്പം നമ്മൾ ഈ 6 ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞു അല്ലേ. ഇതിൽ ഫൾക്രം, എഫേർട്ട്, റെസിസ്റ്റൻസ് എല്ലാം ഒരു പൊസിഷനിലാണോ?
അല്ല അല്ലേ, ഡിഫറെൻ്റ് ആണ്. ചില മെഷീനുകളിൽ എഫേർട്ടിൻ്റെയും ഫൽക്രത്തിൻ്റെയും ഇടയിലായിട്ട് റെസിസ്റ്റൻസ് വരുന്നു. എന്നാൽ മറ്റു ചിലതിലോ എഫേർട്ടിൻ്റെയും റെസിസ്റ്റൻസിൻ്റെയും ഇടയിലായിട്ട് ഫൽക്രോ വരുന്നു. ഓക്കെ. ദെൻ നെക്സ്റ്റ്, ദ സ്പൂൺ ആസ് എ ലിവർ. സ്പൂണും ഒരു ലിവറായിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. ഇവിടെ 3 പിക്ചർ കണ്ടല്ലോ. ഒരു ടിന്നിൻ്റെ ലിഡ് ഓപ്പൺ ചെയ്യുകയാണ് അല്ലേ. അത് ഏതുപയോഗിച്ചിട്ടാണ്? സ്പൂൺ എന്ന ടൂൾ ഉപയോഗിച്ചിട്ടാണ് നമ്മളത് ചെയ്യുന്നത്. അപ്പോൾ സ്പൂൺ ഇവിടെ ഒരു ലിവറായിട്ടാണ് കണക്കാക്കിയിട്ടുള്ളത്. ഇതിൽ ഫസ്റ്റ് പിക്ചർ ഏതാണ്? ആ ഒരു ലിഡിൻ്റെ അടുത്തായിട്ടാണ് നമ്മളത് കൈ കൊണ്ട് വെച്ചിട്ടുള്ളത്. ദെൻ സെക്കൻഡിലോ സ്പൂണിൻ്റെ സെൻറ്ററിലാണ്. ദെൻ തേർഡിൽ സ്പൂണിൻ്റെ ഏറ്റവും എൻഡിലാണ്. നമുക്ക് ഈ ലിഡ് ഓപ്പൺ ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? നല്ല ഫോഴ്സ് അവിടെ വരണമല്ലേ. അപ്പോൾ ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. വേർ ഓൺ ദ സ്പൂൺ ഷുഡ് യു ഹോൾഡ് ഇൻ ഓർഡർ ടു ഓപ്പൺ ദ ലിഡ് ഓഫ് എ ടിൻ ഈസിലി. ആ ടിന്നിൻ്റെ ലിഡ് വളരെ പെട്ടെന്ന് നമുക്ക് ഓപ്പൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിൽ ഏത് പൊസിഷനിലാണ് പിടിക്കേണ്ടതെന്നാണ് ചോദിക്കുന്നത്. ഇതിൻ്റെ ആൻസർ നമുക്ക് ഊഹിക്കാൻ പറ്റുന്നതേ ഉള്ളൂ അല്ലേ. ഇൻ ഓർഡർ ടു ഓപ്പൺ ദ ലിഡ് ഓഫ് എ ടിൻ ഈസിലി ഹോൾഡ് ദ സ്പൂൺ നിയർ ദി ലിഡ്. അതായത് ഈസി ആയിട്ട് നമുക്കത് ഓപ്പൺ ചെയ്യണമെങ്കിൽ ഹോൾഡ് ദ സ്പൂൺ നിയർ ദി ലിഡ്. ലിഡ് മീൻസ് അടപ്പ്. ആ അടപ്പിനോട് ചേർന്നിട്ടാണ് നമ്മൾ പിടിക്കേണ്ടതെന്നാണ്. ഓക്കെ. ഈ സ്പൂൺ ഈസ് ഓൺലി എ കിച്ചൺ ടൂൾ. സ്പൂൺ എന്ന് പറഞ്ഞാൽ നമ്മൾ അടുക്കളയിൽ മാത്രമായിട്ട് ഉപയോഗിക്കുന്നൊരു വസ്തുവാണ്. ബട്ട് ഇറ്റ് ആക്ട് ആസ് എ ലിവർ വെൻ ഇറ്റ് ഈസ് യൂസ്ഡ് ടു ഓപ്പൺ ദ ലിഡ് ഓഫ് എ ടിൻ. എന്നാൽ ഇത് ഒരു ലിവറായിട്ട് ആക്ട് ചെയ്തു, പ്രവർത്തിച്ചു. എപ്പോൾ? ഒരു ടിന്നിൻ്റെ ലിഡ്, അതായത് അടപ്പ് ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ട് അതൊരു ലിവറായിട്ട് പ്രവർത്തിച്ചു. വി യൂസ് സെവറൽ ഒബ്ജക്റ്റ് ആസ് ലിവേഴ്സ് ഇൻ അവർ ഡെയിലി ലൈഫ്. ഇങ്ങനെ നമ്മൾ ഒരുപാട് വസ്തുക്കളെ നമ്മുടെ നിത്യജീവിതത്തിൽ ഡെയിലി ലൈഫിൽ ലിവേഴ്സായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. വർക്ക് ക്യാൻ ബി മെയ്ഡ് ഈസിയർ ബൈ അഡ്ജസ്റ്റിംഗ് ദ പൊസിഷൻ ഓഫ് എഫേർട്ട് ഇൻ സിമ്പിൾ മെഷീൻസ്. അതായത് സിമ്പിൾ മെഷീൻസിലൊക്കെ നമ്മൾ എഫേർട്ടിൻ്റെ പൊസിഷൻ ചേഞ്ച് ആക്കി കൊടുത്താൽ പെട്ടെന്ന് തന്നെ ഈസി ആയിട്ട് നമ്മൾക്ക് ആ ഒരു ജോലി ചെയ്തു തീർക്കാൻ പറ്റും. ഇവിടെ എക്സാമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോയിന്റ് തന്നെ, ഒരു സ്പൂൺ അല്ലേ. ആ സ്പൂണ് നമ്മൾ ഏറ്റവും അറ്റത്ത് അതിൻ്റെ എഫേർട്ട് കൊടുത്തപ്പോൾ അത് ഈസി ആയിട്ട് ഓപ്പൺ ചെയ്യാൻ കഴിഞ്ഞില്ല. ദെൻ സെൻറ്ററിൽ കൊടുത്തപ്പോഴോ അപ്പോഴും ഈസി ആയിട്ട് ചെയ്യാൻ കഴിഞ്ഞില്ല. ദെൻ അറ്റ് ലാസ്റ്റ് ആ ലിഡിൻ്റെ അടപ്പിൻ്റെ അടുത്ത് കൊണ്ട് പിടിച്ചപ്പോൾ എഫേർട്ട് അവിടെ ചേഞ്ച് ആക്കി കൊടുത്തപ്പോൾ ഈസി ആയിട്ട് നമുക്ക് ആ ലിഡ് ഓപ്പൺ ചെയ്യാൻ കഴിഞ്ഞു. ഓക്കെ. ഇപ്പം നമ്മൾ ഡിസ്കസ് ചെയ്തത് നമ്മുടെ വീട്ടിൽ അല്ലെങ്കിൽ സാധാരണ യൂസേജിന് വേണ്ടിയിട്ട് നമ്മൾ ഓരോ സിമ്പിൾ മെഷീൻസ് യൂസ് ചെയ്യാറുണ്ടല്ലേ. അതിൻ്റെ ഫൽക്രും റെസിസ്റ്റൻസും എഫേർട്ടും അത് ഏതൊക്കെ പൊസിഷനിലാണ് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാലോ. കൂടാതെ നമ്മൾ കിച്ചൺ ടൂളായിട്ട് യൂസ് ചെയ്യുന്ന സ്പൂണും ചില ടൈമിൽ ഒരു ലിവറായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. ഓക്കെ ആണല്ലോ. ദെൻ ഇറ്റ്സ് ഇനഫ്. ടുഡേ അവർ ഡിസ്കസിംഗ് ടോപ്പിക് ഈസ് fulcrum, resistance and effort. Okay, we will meet you in the next class.